വിഷൻ ക്വസ്റ്റിൻ്റെ ഒരു ടീസർ ട്രെയിലർ വന്നിട്ടുണ്ട്. നമുക്കറിയാം വാണ്ടാ വിഷന് ശേഷം നമ്മുടെ വൈറ്റ് വിഷൻ എങ്ങോട്ടോ പോയി, പിന്നെ ഒരു ഐഡിയ ഇല്ല. വിഷനൊക്കെ ഇനി ഉണ്ടോയെന്ന് പോലും അറിയത്തില്ല. ഞാനോർത്ത് ആ സാധനമൊക്കെ ഒരു ക്യാൻസൽ ചെയ്തെന്ന്. സോ അതിൻ്റെ ഏതായാലും ബാക്കി ഡീറ്റെയിൽസൊക്കെ അടങ്ങി നമ്മുടെ വിഷൻ ക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ടീസർ വന്നിട്ടുണ്ട്. ഇത് ഡിസംബർ 23 റിലീസ് എന്നാണെന്ന് തോന്നുന്നത്. അങ്ങനെയാണ് D23 ഇറങ്ങി. ഡിസംബർ 23 ആയിരിക്കുമല്ലോ. സോ സാധനം വന്നിട്ടുണ്ട്. വിഷൻ ഒരു കിടിലൻ ക്യാരക്ടറായിരുന്നു. പക്ഷേ പുള്ളീനെ ഇൻഫിനിറ്റി വാർ കഴിഞ്ഞ് പുള്ളിനെ കണ്ടിട്ടില്ല. അവിടെ വാണ്ടാ വിഷൻ എന്ന് പറഞ്ഞ സീരീസിനകത്ത് നമ്മൾ പറഞ്ഞ പോലെ അതിനകത്തൊരു വൈറ്റ് വിഷൻ വന്ന് പുള്ളി ആ ഓർമ്മകളൊക്കെ തിരിച്ച് പിടിച്ചിട്ട് ഏതോ വഴിക്ക് പോയിട്ടുണ്ട്, പിന്നെ കണ്ടിട്ടില്ല. സോ ഏതായാലും എൻ്റെ ടീസർ ട്രെയിലർ വന്നിട്ടുണ്ട്, നമുക്കൊന്ന് കണ്ടുപോകാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ആളായിരുന്നു, ക്യാരക്ടറായിരുന്നു വിഷൻ. എന്തായോ ആവോ, പുള്ളിയൊക്കെ ഇനി വല്ല എനിക്ക് തോന്നുന്നു ഇതിനകത്തൊന്നും വരാൻ ചാൻസ് ഇല്ല. ഡൂംസ്റ്റേക്കകത്തുണ്ട്. മേ ബി സീക്രട്ട് ഇൻവെൻഷൻ എന്ന് പറഞ്ഞാൽ സീക്രട്ട് വാർസിനകത്ത് വരാൻ ചാൻസ് ഉണ്ട് വിഷൻ. ഏതെങ്കിലും കാണാം. Before you started working here, I remember when you'd come in all the time with that redhead. I was a different person back then. വിഷ്ണു ഇപ്പൊ ജോലിക്കാരനൊക്കെ വാണ്ടനൊക്കെ ഒത്തി ജീവിക്കുകയാണ്. Anyone waiting for you tonight? Hello. വൈറ്റ് വിഷൻ അണ്ണൻ ഇതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തോ? This is me. മാർവൽ ടെലിവിഷൻ സീരീസ് ആണോ? ആക്ച്വലി ഇത് സിനിമയാണ്, സീരീസ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. I was an Avenger, but I'm not a hero anymore. I have his face, but not his virtue. All I have is his name. Welcome home, Vision. This house is getting crowded, Vision. അൾട്രോൺ ഇതിനകത്താ? ഈ അൾട്രോൺ സത്യം പറയട്ടെ, ഞാൻ അതായത് നമ്മുടെ ഏജ് ഓഫ് അൾട്രോൺ ഇല്ലേ, അൾട്രോൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു, വാട്ട് ഇഫ് കണ്ടാൽ അറിയാം. അൾട്രോൺ ദ മോസ്റ്റ് പവർഫുൾ. ഫുള്ളിനെ യൂസ് ചെയ്തിട്ടില്ല. അൾട്രോണൊക്കെ വേറെ ലെവല് സാധനമാണ്. അതിനൊക്കെ കിട്ടലിനായിട്ട് യൂസ് ചെയ്യാൻ ഇനി എനിക്ക് തോന്നുന്നു ഇനിയും പറ്റുമെന്ന്. ഇനി ആ ഒരു ഇതില്ല, ഇനി അറിയില്ല ഇത് കണക്റ്റൊക്കെ ചെയ്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നറിയില്ല. ബട്ട് അൾട്രോൺ വാസ് എ ഗ്രേറ്റ് ക്യാരക്ടർ. ബട്ട് അത്രയ്ക്ക് പൊട്ടൻഷ്യൽ ഉള്ള ഒരു ക്യാരക്ടറായിരുന്നു. പക്ഷേ ചെറിയൊരു ഒറ്റ സിനിമ കൊണ്ട് ഒതുക്കി കളഞ്ഞു. Sir, I cannot overstate the dangers of keeping him around. Yes, but he is Dad? Papa? People? I'm a stranger to myself. That family wasn't real. You sure about that? അഗാധ അത് ആ സാധനം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അഗാധ ഉള്ളത് Muzzle tough. It's a boy. How is this possible? ഒക്ടോബറിനാണ്. അപ്പൊ D23 Save your son. I wish to understand my purpose. പഴയ റെവല്യൂഷനൊക്കെ ഉണ്ട്. അൾട്രോൺ ഉണ്ട് കേട്ടോ അതിനകത്ത് കുറേ. Nothing bonds a family together quite like mortal jeopardy. വിഷ്ണു ക്വസ്റ്റ് ഒക്ടോബർ 14 തൊട്ട് സ്ട്രീമിംഗ് സീരീസ്. ഓക്കെ, ഞാൻ പറഞ്ഞു ഇത് ഒരു സെക്കൻഡ് തീർന്നു. തീർന്നു. നമ്മുടെ വാണ്ടേനെ അതേപോലെ തന്നെ നമ്മുടെ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിൽ കൊന്നു കളഞ്ഞെന്നൊക്കെയാണ് പറയുന്നത്. ഉള്ളതാണോ എന്നറിയില്ല. കാരണം വാണ്ടയൊക്കെ സ്കാർലെറ്റ് വിച്ച് എന്നൊക്കെ പറഞ്ഞ സാധനം വേറെ ലെവൽ സാധനം. ഇവരെന്തെങ്കിലും ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനിയും ചിലപ്പോൾ ഇതിനൊക്കെ കൊണ്ടുവരുമായിരിക്കും. ബട്ട് വിഷൻ, വാണ്ട, അൾട്രോൺ ഇതൊക്കെ കിടിലൻ ക്യാരക്ടേഴ്സാണ്. അതെല്ലാം ഞാൻ പറഞ്ഞ ഈ വിക്ടർ വോണ്ടും നമ്മുടെ ഡോക്ടർ ഡൂം ഇവരെല്ലാം കിടിലൻ പവർഫുൾ ക്യാരക്ടറാണ്. ഈ വാണ്ട എക്സ്ട്രീംലി പവർഫുൾ ആണ്. ബട്ട് ഒരു സിനിമയും കൊണ്ട് ഒതുക്കി കളഞ്ഞു വാണ്ടനെയൊക്കെ. എനിക്കറിയില്ല ഇവരെയൊക്കെ കൊണ്ടുവരുമെന്ന്. മേ ബി കൊണ്ടുവരുവാണെന്നല്ല ഞാൻ പറഞ്ഞ അൾട്രോണിൻ്റെ കേസ്. നിങ്ങൾ വാട്ട് ഇഫ് കണ്ടാണെങ്കിൽ എനിക്ക് മനസ്സിലാവും. അൾട്രോൺ അതായത് അതായത് വാച്ചറിനെ അവരെ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യാൻ പോയ ടീമൊക്കെയാണ്. സോ അത്രയൊരു ക്യാപ്പബിലിറ്റി അല്ലെങ്കിൽ അത്രയൊരു പൊട്ടൻഷ്യൽ ഒരു ക്യാരക്ടറിനെ ഇവർ ഒറ്റപ്പെടുത്തി ഒതുക്കി കളഞ്ഞുകൊണ്ട് ഭയങ്കര സങ്കടമുണ്ട്. മേ ബി ഇനി കൊണ്ടുവരാൻ പറ്റും. ഈ സീരീസൊക്കെ കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ ഇതിൻ്റെ പുറത്ത് വന്ന അഗാധയോളല്ലോ അത് ഞാൻ കണ്ടിട്ട് പോലില്ല കേട്ടോ. എനിക്ക് കാണാനേ താല്പര്യമുള്ള സാധനമായിരുന്നു. അതായത് ഒരു സമയത്ത് മാർവൽ ഡൗൺഫാൾ ഇറങ്ങിയ സാധനമുണ്ട്, ഷീ ഹൾക്ക്, മാർവൽസ്, മിസ് മാർവൽസ്, അങ്ങനെ കുറേ സാധനം ചളുക്ക് സാധനങ്ങളുണ്ട് കുറേ. അതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഈ കാണാനും താല്പര്യമില്ല. അത് കണ്ടിട്ട് എന്തെങ്കിലും കിട്ടണമെങ്കിൽ അത് പോട്ടെന്ന് ഞാൻ വെക്കും. അത് കാണാത്തുള്ള അറിവൊക്കെ എനിക്ക് മതി എന്ന് പറഞ്ഞത്. കാരണം അത്രയും വൃത്തിയുടെ സാധനങ്ങളാണ്. പിന്നെ സീക്രട്ട് ഇൻവെൻഷൻ വരെ ഞാൻ കുറച്ച് കണ്ടു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് അതിനോടുള്ള താല്പര്യം പോയി. ആ പടം എനിക്ക് തോന്നാൻ പറ്റില്ല. ഈ അടുത്ത് വന്നത് ആ പടം വിരലിൽ ഞാൻ 3-4 ചിത്രമുണ്ട്. ബ്രൈവിനുള്ള ബ്രാൻഡ് ന്യൂടെ, ഷാൻജി, നോവേ ഹോം,
ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ. ഈ 4 പടമല്ലാതെ പിന്നെ 2 സീരീസ് പറയാം. വാണ്ടാവിഷൻ കുഴപ്പമില്ലായിരുന്നു, ലോക്കി ബെസ്റ്റ്. പിന്നെ ഇതിനകത്തൊന്നും പെടാത്ത ഒരാളുണ്ട്, മൂൺ നൈറ്റ്. കിട്ടില്ല സാധനമാണ് ചെയ്ത് വെച്ചാൽ, ഒറ്റ സീസണുള്ളൂ, വെൽ മെയ്ഡ് സീസണായിരുന്നു. ബട്ട് ആ ക്യാരക്ടറിന് എന്ത് ചെയ്യുന്നു പിന്നെ അത് ഇനി ഉണ്ടോ പോലും അറിയത്തില്ല. പക്ഷേ കിട്ടുന്ന സാധനമാണ്, കിട്ടില്ല. കുറേ ഈജിപ്ഷ്യൻ മിത്തോളജിയും സാധനമൊക്കെ വെച്ച് പിടിച്ച സാധനമാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി കണ്ടോളാം. മൂന്നായിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് മാർവൽ സീരീസ്. മാർവൽ സീരീസ് എന്നല്ല, ബെസ്റ്റ് സൂപ്പർ ഹീറോ സീരീസ് തന്നെ പറയാൻ പറ്റും. അമ്മാതിരി സാധനമായിരുന്നു. പക്ഷെ അതിനെ ഇവർ യൂസ് ചെയ്യുന്ന പോലില്ല. സോ ഇതൊക്കെയാണ് എനിക്ക് വിഷൻ ക്വസ്റ്റ് കണ്ടപ്പം തോന്നിയ കാര്യങ്ങൾ. നിങ്ങൾക്ക് എന്താണെന്നുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഇറ്റ്സ് മീ അഭിജിത്ത് ആൻഡ് യു ആർ വാച്ചിങ് ഫ്ലിക്ക് ആൻഡ് ഫ്രെയിംസ്.